നമസ്കാരം. മഹാത്മാഗാന്ധി ദൈവം തമ്പുരാനാണ്. ഇത് ഞാൻ ചോദിക്കുന്നതല്ല. ഞാനിങ്ങനെ രാഷ്ട്രപിതാവിനെ കുറിച്ച് ഒരിക്കലും ചോദിക്കുകയില്ല. പക്ഷെ ഇങ്ങനെ ചോദിക്കാൻ എനിക്കൊന്ന് പി സി ജോർജ് അല്ലാതെ വേറെ ഒരാളുണ്ടാകില്ല. ഇപ്പോൾ ഇവിടെ പി സി ജോർജുമായിട്ട് ബന്ധപ്പെട്ട് രാഷ്ട്രപിതാവിനെതിരെ ഉണ്ടായിട്ടുള്ള അവഹേളനം എന്തൊരു വൃത്തികേടാണ്. ഇങ്ങനെ തരംതാണ രീതിയിൽ സംസാരിക്കുന്ന തരത്തിലേക്ക് ഇത്രയും തരംതാണ വ്യക്തിയാണോ പി സി ജോർജ് എന്നുള്ളതാണ്. അവിടെ പറയുന്ന രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന് ചോദിക്കുന്നത് മഹാത്മാഗാന്ധി ദൈവം തമ്പുരാനാണ്. മറ്റൊന്ന് രണ്ട് പെങ്കൊച്ചുങ്ങളുടെ തോളയിൽ കൈയിട്ട് നടന്നു പോയതല്ലാതെ ഗാന്ധിജി ഒരു ചുക്കും ചെയ്തിട്ടില്ല. ഒന്നും കിട്ടാനില്ലാഞ്ഞിട്ടാണ് ബ്രിട്ടീഷുകാർ അവസാനം ഇവിടെ ഇട്ടേച്ച് പോയത് എന്നുള്ളതാണ് പി സി ജോർജിന്റെ വാദം. രാഷ്ട്രപിതാവിനെ ഇങ്ങനെ അധിക്ഷേപിക്കാൻ മാത്രം ഇയാൾ ആരാ ഈ പി സി ജോർജ്? രാഷ്ട്രപിതാവിനെ അധിക്ഷേപിക്കാൻ വരെയുള്ള സ്വാതന്ത്ര്യം ഈ രാഷ്ട്രത്തിന് വാങ്ങി നൽകിയ സമരങ്ങളെയും പ്രക്ഷോഭങ്ങളെയും സമാധാനത്തോടെ നയിച്ച് അത് നേടിത്തന്ന വ്യക്തിയെയാണ് ശ്രീ പി സി ജോർജ് അവഹേളിച്ചിരിക്കുന്നത്. ഇതിനെ അവഹേളനം എന്നുള്ള വാക്കൊന്നുമല്ല നമ്മൾക്ക് ഉപയോഗിക്കാൻ കഴിയുക. രാജ്യത്തോടുള്ള നിന്ദയാണ്, രാജ്യദ്രോഹ കുറ്റമാണ്. ആ അർത്ഥത്തിൽ ഈ ഇന്ത്യ എന്ന ഒരു രാജ്യത്തല്ലാതെ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് അവരുടെ രാഷ്ട്രപിതാവിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞാൽ പിറ്റേ ദിവസം ആ പറയുന്ന ആളിനെ ഈ ഭൂമിയിൽ കാണാൻ കഴിയുമോ എന്ന് പോലും നമ്മൾക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒന്നുകിൽ നിയമപരമായി, അല്ലെങ്കിൽ ആ നാട്ടിലെ ജനങ്ങൾ, രണ്ടിൽ ഏത് രീതിയിലെങ്കിലും ഇതിന് ശിക്ഷ അനുഭവിക്കും. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ള ഒരു പ്രവണത എന്താ? ഇപ്പോൾ രാജ്യത്തിൻ്റെ പിതാവ് അങ്ങനെയൊക്കെയുള്ള വികാരങ്ങളൊന്നും ഇപ്പോൾ വലുതായി ഭരണാധികാരികൾക്കില്ല. കേന്ദ്ര ഭരണാധികാരികൾക്കുമില്ല, സംസ്ഥാന ഭരണാധികാരികൾക്കുമില്ല. ഇല്ലെങ്കിൽ ഈ പ്രസ്താവന ഇറങ്ങിയാൽ, പ്രസ്താവന പ്രഖ്യാപിച്ച് തീരുന്നതിന് മുമ്പേ ഒന്നുകിൽ കേന്ദ്രം ഇല്ലെങ്കിൽ സംസ്ഥാനം നടപടിയെടുക്കണ്ടേ? ഇത് വെറുതെ തമാശയ്ക്ക് ആരും കേൾക്കാതെ പറഞ്ഞല്ലോ, പൊതുസമൂഹത്തിൽ പറഞ്ഞല്ലേ. അതേപോലെ ഗാന്ധിയെ രണ്ട് രീതിയിലാണ് നിന്ദിച്ചിരിക്കുന്നത്. ഒന്ന്, ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല. ഈ സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാര് തന്നിട്ടങ്ങ് പോയതാണ്. അവർക്ക് വേറെ ഒന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് അവസാനം എല്ലാം ഈ കള്ളന്മാര് മോഷ്ടിച്ചുകൊണ്ട് പോകാനുള്ള എല്ലാം മോഷ്ടിച്ച് കഴിഞ്ഞിട്ട് വീട്ടിന്റെ താക്കോല് തിരിച്ചു കൊടുക്കുന്ന കണക്ക് കൊടുത്തിട്ട് പോയതാണെന്നാണ് അദ്ദേഹത്തിന്റെ രീതിയിൽ പറഞ്ഞത്. അതൊന്ന്. രണ്ട്, അദ്ദേഹം സ്ത്രീകളുടെ തോളയിൽ കൈയിട്ട് നടക്കുന്ന ആളായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ബ്രഹ്മചര്യത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ അത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം കൃത്യമായി എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നുള്ളതിൽ അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ചെറിയ പ്രായത്തിൽ പക്വത കുറവ് മൂലം സംഭവിച്ചിട്ടുള്ള വീഴ്ചകൾ പോലും അദ്ദേഹം തുറന്ന് സമ്മതിച്ചിട്ടുള്ള വ്യക്തിയാണ്. ആ വ്യക്തിയാണ് ഏതാണ്ട് മരിക്കുന്ന സമയത്ത് 79 എത്രയോ വയസ്സിനോടടുപ്പിച്ചാണല്ലോ അദ്ദേഹം മരിക്കുന്നത്. ആ സമയത്തൊക്കെ സ്വാഭാവികമായി അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയൊക്കെ വളരെ മോശമായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ബന്ധുക്കളാണ് ആ കുട്ടികളുടെ തോളയിൽ കൈയിട്ടതിനെ പോലും വക്രീകരിക്കുന്ന, അതിനെ ലൈംഗികതയുമായും ഒക്കെ ബന്ധപ്പെടുത്തി ആക്ഷേപിക്കുന്ന ഇത്തരക്കാരെ രാജ്യത്തിന് അപമാനമാണ്, രാജ്യദ്രോഹികളായിട്ട് പ്രഖ്യാപിക്കണം. അതിന് വകുപ്പ് കൊണ്ടുവെക്കണം. രാഷ്ട്രപിതാവിനെയും രാഷ്ട്രത്തെയും ഒക്കെ അവഹേളിക്കുന്ന പ്രസ്താവന നടത്തുന്നവരെ സോമോട്ട കേസെടുത്ത് ആ രീതിയിൽ ശിക്ഷിക്കാനാണ് നമ്മുടെ രാജ്യം വരേണ്ടത്. പക്ഷേ രണ്ട് ഗവൺമെന്റുകളും അത് ചെയ്യില്ല എന്നുള്ളത് ഉറപ്പാണ്. അല്ല, പി സി ജോർജ് പലപ്പോഴും ഇതുപോലത്തുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ പറയുന്ന പോലെ ഗാന്ധിജിയെ കുറിച്ച് പറയുന്നതിൽ ഗാന്ധിജി എപ്പോഴാണ് ആഫ്രിക്കയിൽ നിന്ന് വന്നത്, ആഫ്രിക്കയിൽ പോയ കാലഘട്ടത്തിൽ അവിടുത്തെ ചവിട്ട് വാങ്ങിച്ചിട്ടുണ്ട്, എന്നാലും ഇവിടെ വന്ന് ആരും എടുത്തിട്ട് ചവിട്ടിയിട്ടില്ലല്ലോ. ഇങ്ങനെയൊക്കെ വളരെ തരംതാണ പ്രയോഗങ്ങളാണ് ഇയാൾ നടത്തുന്നത്. ഇയാൾക്ക് സാമാന്യ ബോധമില്ലാത്തതാണോ, ചരിത്ര ബോധമില്ലാത്തതാണോ, അതോ ഇയാൾ ഈ BJP എന്ന് പറയപ്പെടുന്ന പാർട്ടിയിലേക്ക് പോയതിനു ശേഷം സംഭവിക്കുന്ന എന്തെങ്കിലും അപജയമാണോ? എന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇയാളൊക്കെ എങ്ങനെയാണ് ഈ BJP പോലുള്ള രാഷ്ട്രീയ പാർട്ടി വെച്ച് പൊറപ്പിക്കുന്നത്? ഈ നമ്മള് പണ്ട് ഈ ചില ചൊല്ലുകളൊക്കെ പറയും. അതായത് ഈ കുരങ്ങൻ എന്ന് പറഞ്ഞ ഒരു ജീവിയുണ്ട്, അത് പൊതുവേ ചപലതയുള്ളതാണ്. അതിൻ്റെ കൂടെ അത് ഒരല്പം മദ്യവും കഴിച്ചു. ആ മദ്യവും കഴിച്ചിരിക്കുമ്പോൾ അതിൻ്റെ ആസ്ഥാനത്ത് ഒരു തേളും കൂടെ കുത്തിയതാണ്.
ആ ജീവി കാണിക്കുന്ന എന്തൊക്കെയായിരിക്കും. അതുപോലെ ശ്രീ PC ജോർജ് എന്ന് പറയുന്ന വ്യക്തിക്ക് വ്യക്തിപരമായി തന്നെ അദ്ദേഹത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ വായിൽ തോന്നുന്നതെല്ലാം പറയുന്ന ആളാണ്. അതിൻ്റെ കൂടെ അദ്ദേഹം ഇപ്പോൾ BJP-യിൽ ചേർന്നിരിക്കുകയാണ്. അപ്പൊ ഈ രാഷ്ട്രപിതാവിനെയും കോൺഗ്രസിനെയും ഒക്കെ തള്ളിപ്പറഞ്ഞാൽ BJP-ക്കാർക്ക് അത് സൂഹിക്കും എന്നുള്ള ഒരു തെറ്റായ തോന്നലും കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും. ഈ BJP എന്ന് പറയുന്നത് ദേശീയത എന്ന് പറയുന്നത് ഇങ്ങനെ പൊക്കി പിടിച്ച് നടക്കുന്ന ഒരു പാർട്ടിയാണ്. അവിടെയാണ് രാഷ്ട്രപിതാവിനെയൊക്കെ ഇങ്ങനെ അവഹേളിക്കുന്ന ആൾക്കാർ ആ പാർട്ടിയിൽ നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. BJP-യുടെ ദേശീയത എന്ന് പറയുന്ന ആ വാക്ക് എന്തായാലും ശ്രീ ഗോപകുമാർ പറഞ്ഞത് നന്നായി. ദേശീയതയും BJP-യുമായിട്ട് ഒരു ബന്ധവുമില്ല. ദേശീയത ആകെ അവകാശപ്പെടാൻ കഴിയുന്നത് കോൺഗ്രസിനാണ്. അതിൻ്റെ പാർട്ടിയുടെ പേരിൽ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇന്ത്യ രാജ്യത്തിന്റെ പേര് നാഷണൽ ദേശീയത. അത് 1885 ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം പോലും ഇല്ലാത്ത സമയത്ത് ദീർഘവീക്ഷണത്തോടെ ദേശീയതയ്ക്ക് പേര് പാർട്ടിയുടെ പേരിൽ തന്നെ ഇട്ട പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. BJP-ക്ക് നാഷണൽ എന്നൊരു വാക്ക് അവരുടെ പാർട്ടിക്കകത്തോ ഒന്നുമില്ല. അപ്പം ദേശീയതയെക്കുറിച്ച് മിണ്ടാൻ അവർക്ക് ഒരു അർഹതയുമില്ല. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരു സംഭവം അവർക്ക് ഇല്ല. ദേശീയ ഗാനം, ദേശീയ ഗീതം, ദേശീയ പതാക, ഇന്ത്യൻ ദേശീയതയുടെ ഭരണഘടന, ഇതിനെയെല്ലാം എതിർത്തവരാണ്. ഇപ്പൊ ഏറ്റവും അവസാനം കൊണ്ടുവച്ചിരിക്കുന്ന എന്താ, വന്ദേ മാതരത്തിന്റെ 6 ഖണ്ഡികയുള്ളതിൽ ആദ്യത്തെ 2 ഖണ്ഡിക പോരാ, ബാക്കി 4 കൂടെ ചൊല്ലിയ എത്ര സമയം വേണമെന്നറിയാം? 3 മിനിറ്റ് കൂടുതൽ സമയം വേണം. ഇത് ദേശീയ ഗാനത്തിനും ഇത് 5 ശ്ലോകങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ 2 ഭാഗങ്ങളേ ഉള്ളൂ. ഇത് രണ്ടും രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ് അതിൻ്റെ അത്രയും ഖണ്ഡങ്ങൾ മതി എന്ന് പറഞ്ഞത്. പക്ഷേ അതിനെ വക്രീകരിച്ചുകൊണ്ട് അത് ജവഹർലാൽ നെഹ്റു മുസ്ലിം സമുദായത്തിന്റെ ആവശ്യപ്രകാരം വെട്ടിക്കുറച്ചതാണെന്നൊക്കെ പറഞ്ഞ് എന്ത് ചരിത്രത്തെ വളച്ചൊടിക്കാൻ 10, 80, 75, 78 വർഷം കഴിയുമ്പോൾ അതിനെ ശ്രമിക്കുന്നത് ദൗർഭാഗ്യം. ഇവിടെ PC ജോർജ് ഇങ്ങനെയൊക്കെ BJP-യും കേന്ദ്രത്തിന്റെ ഭരണാധികാരികളും വടക്കേ ഇന്ത്യയിലെ BJP-യുടെ നേതാക്കന്മാരും ചെയ്യുന്നത് കണ്ട് ആവേശം മൂത്തു. അപ്പോ ജന്മസിദ്ധമായി അദ്ദേഹത്തിന് ഈ ശൈലിയുണ്ട്. അത് ഇതിൽ മാത്രമല്ല, മുമ്പൊരിക്കൽ നമ്മൾ കണ്ടല്ലോ, ഇലക്ട്രിസിറ്റി ബോർഡിൽ രാത്രിയിൽ കറണ്ട് എങ്ങാണ്ട് പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ജീവനക്കാരെന്തോ കളിച്ചോണ്ടോ എന്തോ ഇരുന്നാണ് തെറിയാണ് വിളിച്ചത്. പിന്നെ അദ്ദേഹം തോക്കെടുത്ത ആളുകളെ കൊല്ലാൻ ഭീഷണിപ്പെടുത്തിയത് നമ്മൾ കണ്ടിട്ടില്ലേ? അപ്പൊ അദ്ദേഹത്തിന് ജനിതകമായി, സ്വഭാവപരമായി, ശൈലീപരമായി അദ്ദേഹത്തിന് അക്രമവാസന ഉണ്ട് എന്നുള്ളത് നമ്മൾക്ക് തെളിവുണ്ട്. അതിനോടൊപ്പം ഇപ്പോഴത്തെ പുതിയ ബന്ധത്തിനകത്ത് അവരെ സൂചിപ്പിക്കാനും കൂടി വേണ്ടി വരുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, കോൺഗ്രസ്സുകാരൊഴികെ ഉള്ളവരുടെ എല്ലാം സപ്പോർട്ട് കിട്ടും എന്നുള്ള ഒരു തോന്നൽ കൂടി ഇതിന്റെ പിന്നിൽ ഉണ്ടായേക്കാം. പക്ഷെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇത്തരത്തിലുള്ള ആളുകളെ രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്നുപോലും തെരഞ്ഞെടുപ്പ് കമ്മീഷനും സുപ്രീം കോടതിയും ഇടപെട്ട് ഇത്തരക്കാരെ ഈ വ്യക്തിയല്ല, രാഷ്ട്രപിതാവിനെയും രാഷ്ട്രത്തിനും എതിരെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും പാടില്ല എന്നുള്ള ഒരു ഉത്തരവ്, ഒരു വിധി ഉണ്ടാകുന്നാൽ മാത്രമേ ഇതൊക്കെ അവസാനിപ്പിക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ ഇതിൽ ആകൃഷ്ടരായി അല്ല, ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഈ പറയുന്ന പോലെ BJP എന്ന് പറയപ്പെടുന്ന കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി ഇപ്പൊ ചെയ്തു വരുന്നത് പതിയെ ഈ പഴയ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് വന്ന പലരെയും ഒഴിവാക്കുകയാണ്. ഇനി ഗാന്ധിജിയും ഒഴിവാക്കും. ഇപ്പൊ രൂപയിൽ നിന്ന് വരെ ചിലപ്പോൾ ഗാന്ധിജിയെ ഒഴിവാക്കുന്ന തരത്തിലേക്ക് ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിക്കഴിഞ്ഞിരിക്കും. ചിലപ്പോൾ ഇനി വരാൻ പോകുന്ന സർദാർ വല്ലഭായ് പട്ടേലിനെയും സുഭാഷ് ചന്ദ്രബോസിനെയൊക്കെ വെക്കുന്ന ഒരു സമീപനം സ്വീകരിക്കാൻ പോകുന്നു എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. അത് എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്ന് നമുക്കറിയില്ല. എന്തായാലും ആ ഒരു സമീപനം സ്വീകരിക്കുന്ന പാർട്ടിയിൽ PC ജോർജ് എന്ന് പറയപ്പെടുന്ന ആൾ രാഷ്ട്രപിതാവിനെ ഇത്തരത്തിൽ അവഹേളിച്ചാൽ നിലനിൽക്കാൻ പറ്റുമെന്നുള്ളത് കൊണ്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ തള്ളിക്കളയാൻ കഴിയില്ല, അല്ലേ? കാരണം ആ പാർട്ടിക്ക് ദേശീയത ഉണ്ട് എന്ന് പറയപ്പെടുന്നത് കപട ദേശീയതയായിട്ട് തോന്നും. കാരണം ഇത്തരത്തിൽ BJP-യെ പോലെ പാർട്ടി കേന്ദ്രം ഭരിക്കുമ്പോൾ ആ പാർട്ടിയുടെ അനുയായി എന്ന് പറഞ്ഞ് നടക്കുന്ന PC ജോർജിനെ പോലൊരാൾ ഇത്തരത്തിലൊരു വളരെ അപക്വമായിട്ടുള്ളൊരു പദപ്രയോഗം നടത്തുന്നു. അത് ദീർഘമായിട്ടുള്ളൊരു സംഭാഷണമാണ്, 5-10 മിനിറ്റോ നീളുന്ന സംഭാഷണമാണ്. അതിനകത്ത് 10 മിനിറ്റോളം ഗാന്ധിജിയൊക്കെ ഇങ്ങനെ തെറി വിളിക്കുക എന്ന് പറയപ്പെടുന്നത് ഒരിക്കലും ആശ്വാസ്യമായ കാര്യമല്ല. വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. അത് ഒരിക്കലും ഉണ്ടാകുന്നില്ല. അപ്പോൾ അതിനകത്ത് താങ്കൾ പറഞ്ഞല്ലേ, സുമോട്ടോ കേസ് എടുക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിലും എടുക്കേണ്ടതാണ്. അതും ആരും അനങ്ങുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാണിക്കുന്നത്. അപ്പോൾ ഇത് നാളെ
എന്തും ചെയ്യാൻ ബാക്കിയുള്ളവരെ പ്രേരിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുകയല്ലേ? അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കുന്നത്? മാത്രമല്ല PC ജോർജ് പലപ്പോഴും ഇതുപോലത്തുള്ള വൃത്തികെട്ട വർത്തമാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് മാത്രമല്ല, പണ്ട് ഈരാറ്റ് പട്ടേൽ സംസാരിച്ചതിൻ്റെതാണ് ഇന്ന് ഈ പറയുന്ന പോലെ MLA പോലും അല്ലാതായി തീർന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇങ്ങനെ പ്രകോപനപരമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നത് വിവരമില്ലായ്മയാണോ, ചരിത്രബോധമില്ലാത്തതാണോ, എന്താണ് കാര്യം? ചരിത്രബോധം ഇല്ലാത്തത് കൊണ്ടൊന്നുമല്ല. കാരണം ഈ വ്യക്തി രാഷ്ട്രീയത്തിൽ വന്ന നാള് തൊട്ടേ ഇത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ഈയിടെയായിട്ടല്ലേ ഈ വേണ്ടാത്ത വർത്തമാനങ്ങൾ, രാജ്യദ്രോഹപരമായ വർത്തമാനങ്ങൾ പറയാൻ തുടങ്ങിയ. അത് ഈ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും എന്ന് പറഞ്ഞ പോലെ സംസർഗ അങ്ങനെയും കിട്ടാം, പിന്നെ പ്രായാധിക്യം കൊണ്ടുപോകാം. ഇതിന് വേറെ വല്ല ലക്ഷ്യമുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും പല പല രീതിയിൽ ഇതിനെ ചികിത്സിക്കാം. ഒന്ന്, ഇങ്ങനെ പറഞ്ഞ ഒരാളിന്റെ മാനസിക നില കുഴപ്പമാണെന്നുള്ള നിലയിൽ അദ്ദേഹത്തിനെ മാനസിക രോഗ ആശുപത്രിയിലേക്കും ആദ്യമേ ചികിത്സിക്കാം. കാരണം അതാണെങ്കിൽ പിന്നെ കേസെടുക്കാൻ വകുപ്പില്ല. അപ്പൊ ആദ്യം അവിടെ ചികിത്സയ്ക്ക് എനിക്ക് ഇതിനകത്ത് തോന്നിയിട്ടുള്ള ഒറ്റ കാര്യങ്ങൾ കഴിഞ്ഞ ഈ പ്രസ്താവന ഒരു യൂട്യൂബ് ചാനലിൽ കൊടുത്ത ഒരു സംഭാഷണമാണ്, ഒരു ഇന്റർവ്യൂ ആണ്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. പക്ഷെ ഇതിന് മുമ്പത്തെ ദിവസം പുള്ളി പറയുന്നുണ്ട്, ഞാൻ പൂഞ്ഞാറിൽ മത്സരിക്കാൻ തയ്യാറാണ് എന്ന് BJP അറിയിച്ചിട്ടുണ്ട്. അപ്പൊ BJP എന്തായാലും അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അത് വന്നിട്ടുമില്ല. അവരുടെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായിട്ടില്ല. സ്ഥാനാർത്ഥി ലിസ്റ്റ് വന്നാലേ അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ ആ ഒരു സ്ഥാനാർത്ഥിയാകാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ജനശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് കാണിച്ച മറ്റൊരു പരിപാടിയാകാം ഇതെന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. പക്ഷെ അതിന് ചെയ്യേണ്ടിയിരുന്നത് ഗാന്ധിജിയെ അവഹേളിക്കലല്ലായിരുന്നു. പക്ഷെ അത്തരത്തിൽ ഗാന്ധിജിയെ അവഹേളിക്കുന്ന തരത്തിലേക്കുള്ള PC ജോർജിനെയൊക്കെ സ്ഥാനാർത്ഥിയാക്കുക, ജനപ്രതിനിധിയാക്കുക എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ആശ്വാസ്യകരമായിട്ടുള്ള കാര്യമാണോ? ഇദ്ദേഹം ഇതിനു മുമ്പ് പറഞ്ഞ ഒരു സംഗതിയും കൂടെ നമുക്ക് ഇപ്പൊ ഓർമ്മ വന്നതാണ്. ജവഹർലാൽ നെഹ്റു മുസൽമാനായിരുന്നു, 5 നേരം നമസ്കരിക്കുന്ന ആളായിരുന്നു. മോട്ടിലാൽ നെഹ്റു മുസൽമാനായിരുന്നു. ഇങ്ങനെയുള്ള ഡയലോഗുകളും. അപ്പൊ അതായത് ചരിത്ര പുരുഷന്മാരെ മുഴുവൻ കുഴപ്പക്കാരായിട്ടും വൃത്തികെട്ടവരായിട്ടും ചിത്രീകരിക്കുക. ഇന്ദിരാഗാന്ധിയെക്കുറിച്ചും നെഹ്റുവിനെ കുറിച്ചും ഗാന്ധിയെക്കുറിച്ചും, അതില് മറ്റു 2 പേരും പ്രധാനമന്ത്രിമാർ മാത്രമായിരുന്നു, അതുകൊണ്ട് വേണമെങ്കിൽ പറഞ്ഞാന്ന് പറയാം. പക്ഷെ രാഷ്ട്രപിതാവിനെ കുറിച്ച് പറയുന്നത് ഏറ്റവും കടന്ന കൈയായി പോയില്ലേ. ഇനി BJPയുടെ ഈ ഭാരത് മാതയാണല്ലോ ഇപ്പൊ, ഭാരത് മാത കി ജയ് എന്ന് എവിടെയെങ്കിലും ഒരു മുദ്രാവാക്യം കേട്ടാൽ നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ഇപ്പോഴത്തെ ഒരു ചിന്ത എന്താ? BJPയുടെയോ RSSന്റെയോ ഒരു ജാഥ വരുന്നെന്ന്. സ്വാതന്ത്ര്യ സമരത്തിൽ ആദ്യം വിളിച്ചുകൊണ്ടിരുന്ന മുദ്രാവാക്യമാണ് ഭാരത് മാത കി ജയ്. രണ്ടാമതാണ് മഹാത്മാഗാന്ധി കി ജയ്. പിന്നെയാണ് ജവഹർലാൽ നെഹ്റു കി ജയ് ഒക്കെ. അത് പിന്നെ കാലഹരണപ്പെട്ട് പലരും വിളിക്കാതിരുന്നതിന് BJP അവരുടേതാക്കി മാറ്റിക്കൊണ്ടുപോവുകയാണ്. ഭാരത് മാതാ കി അല്ലെങ്കിൽ ഭാരത് മാത എന്ന വാക്കിന്റെ പേറ്റന്റ്, ബൗദ്ധിക സ്വത്തവകാശം പേറ്റന്റ് ഉണ്ടെങ്കിൽ ആ പേറ്റന്റ് ആർക്കാ? അത് കോൺഗ്രസിനുള്ളതാണ്. അവിടെ ഒരു വരിയും കൂടി പറയാം. സഖാവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ CPMന്റെ പര്യായമാണ്. 1930 ഉപ്പ് സത്യാഗ്രഹത്തിന് ദണ്ഡി യാത്രയില് കേരളത്തിൽ അതിന് അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് പയ്യന്നൂരിൽ അംശി നാരായണ പിള്ള എന്ന സാഹിത്യകാരൻ എഴുതിയ ഒരു പാട്ടാണ് വരിക വരിക സഹചരെ. അതിലൊരു വരിയുണ്ട്, എത്ര നാളിങ് അടിമയായി കിടക്കണം സഖാക്കളെ, പുത്രപൗത്രരെങ്കിലും സ്വതന്ത്രരായി വരേണ്ടയോ. സഖാവ് എന്നുള്ളതിന്റെ പേറ്റന്റും കോൺഗ്രസിന്റേതാണ്. നഷ്ടപ്പെട്ടു കഴിഞ്ഞു, ഇതെല്ലാം നഷ്ടപ്പെട്ടു. സഖാവ് നിങ്ങളെ കോൺഗ്രസിന് നഷ്ടപ്പെട്ടു. ഇപ്പൊ ഈ പറയുന്ന പോലെ എന്താണ് ഗാന്ധിജിയുമായിട്ട് ഭാരത് മാതാക്ക് ജയ് നഷ്ടപ്പെടും. ഇനി നാളെ നിങ്ങളുടെ ഗാന്ധിജി നഷ്ടപ്പെടും. ഇതുപോലെ തന്നെ പലതും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല ഈ BJP എന്ന് പറയപ്പെടുന്ന കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി പലപ്പോഴും ഈ സമീപനങ്ങളൊക്കെ തിരുത്തുകയാണ് ചെയ്യുന്നത്. ഗാന്ധിജിയൊക്കെ മാറ്റിവെച്ച് നിങ്ങൾക്ക് വേണ്ട, അല്ലെങ്കിൽ കോൺഗ്രസ് ചിലപ്പോൾ വല്ലഭായ് പട്ടേലിനെയോ സുഭാഷ് ചന്ദ്രബോസിനെയൊക്കെ മറന്നു പോകുന്നതുകൊണ്ട് അവരെ സ്വീകരിക്കുന്നുണ്ട് BJP. അവരെ സ്വീകരിച്ച് അവർക്ക് വേണ്ട സ്ഥാനമാനങ്ങളൊക്കെ നൽകി അലങ്കരിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് അറിയാമോ? പറയാൻ ഒരു സ്വതന്ത്ര സമര സേനാനി പോലും ഇല്ലാത്തൊരു പാർട്ടിക്ക് ഈ സർദാർ വല്ലഭായ് പട്ടേലിനെയൊക്കെ അല്ലെങ്കിൽ സുഭാഷ് ചന്ദ്രബോസിനെയൊക്കെ ആദരിച്ച് ആരാധിച്ച് മുന്നോട്ട് പോകേണ്ട ഗതികേടുള്ളത് കൊണ്ടായിരിക്കണം. പക്ഷെ എങ്കിലും അവരത് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നാളെ ഗാന്ധിജിയെ പോലും നിങ്ങൾ തള്ളിക്കളയുകയോ അല്ലെങ്കിൽ ഇവർ തന്നെ ഇതിൽ നിന്ന് മാറ്റി പറിക്കപ്പെടുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്തായാലും നമ്മൾ അതിലേക്ക് പോകണ്ട. PC ജോർജുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ നിയമ നടപടി സ്വീകരിക്കേണ്ടതല്ലേ? അതിൽ നമുക്ക് നിർത്താം. തീർച്ചയായിട്ടും അത് നിയമ നടപടി ഇതിനോടകം തന്നെ എടുക്കേണ്ടതായിരുന്നു. വൈകിപ്പോകുന്നു എന്നുള്ളതാണ്. കാരണം ഈ ചില കാര്യങ്ങൾക്ക് സമയപരിധി ഒന്നും വേണ്ട, സ്പോട്ടിൽ തന്നെ. കാരണം ഇത് ഓൺ റെക്കോർഡാ, അവിടെ പിന്നെ തെളിവൊന്നും വേണ്ട. അതുകൊണ്ട് ഏറ്റവും വേഗത്തിൽ അദ്ദേഹത്തിന് ഈ 3 രീതിയിലും നിയമപരമായും
അദ്ദേഹത്തിനെതിരെ കേസുകൾ എടുക്കണം. പൊളിറ്റിക്കലായിട്ട് ഇപ്പോൾ അദ്ദേഹം ഏത് പാർട്ടിയിലാണോ ആ പാർട്ടിയിൽ നിന്നും തന്നെ പുറത്താക്കണം. മൂന്നാമത് അദ്ദേഹത്തിന്റെ മാനസിക ആരോഗ്യനില അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തൊട്ടടുത്തുള്ള ഒരു ആശുപത്രി കൊണ്ടുപോയി ഏറ്റവും വേഗത്തിൽ അതിന് കുഴപ്പമുണ്ടോ എന്നുള്ളതും നോക്കണം. ഈ 3 കാര്യങ്ങളും സമാന്തരമായി കേരളത്തിൽ നടത്തിയില്ലെങ്കിൽ കേരളത്തിലെ ഒരു മലയാളി എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞതിന് മലയാളികൾ രാജ്യത്തിന്റെ മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരും.